പൂർവേഷ്യയിലെ ഉഷ്ണമേഖലകളിൽ ഉത്ഭവിച്ച ഒരു ഷഡ്പദമാണ് തേനീച്ച. ലോകത്തൊട്ടാകെ ഏതാണ്ട് 20,000 ഇനം തേനീച്ചകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയെല്ലാം എപ്പിഡേ എന്ന പ്രാണികുടുംബത്തിലെ എപ്പിസ് എന്ന ജനുസിലാണ് ഉൾപ്പെടുന്നത്. തേനീച്ചകൾ സമൂഹമായാണ് ജീവിക്കുന്നത്. തേൻമെഴുകു കൊണ്ടുള്ള കൂടുകളിലാണ് ഇവയുടെ താമസം. ഓരോ കൂട്ടിലും ഷഡ്ഭുജാകൃതിയിലുള്ള അനേകം അറകൾ കാണും. മരക്കൊമ്പുകളിലും മരപ്പൊത്തുകളിലും കല്ലിടുക്കുകളിലും കെട്ടിടങ്ങളുടെ ഭിത്തികളിലും സൺഷെയ്ഡുകളിലും മതിലുകളുടെയും പാറകളുടെയും വിടവുകളിലൊക്കെയുമാണ് ഇവ കൂടുണ്ടാക്കുന്നത്. തേനീച്ചകളെ പറ്റിയുള്ള പഠനമാണ് മെലിറ്റോളജി. തേനിൽ കാണുന്ന പൂമ്പൊടിയെ പറ്റിയുള്ള പഠനം മെലിറ്റോപാലിനോളജി എന്നും അറിയപ്പെടുന്നു. തേനീച്ചകളെ വളർത്തി തേൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് എപ്പിക്കൾച്ചർ എന്നാണ് പറയുന്നത്. ഹിമാലയൻ തേനീച്ചയായ എപ്പിസ് ഡോർസേറ്റ ലബോറിയോസയാണ് ലോകത്തിലെ ഏറ്റവും വലിയ തേനീച്ചയായി അറിയപ്പെടുന്നത്. ഓഗസ്റ്റ് മാസത്തിലെ 3-ാം ശനിയാഴ്ചയാണ് തേനീച്ച ദിനമായി ആചരിക്കുന്നത്. അമേരിക്കയിലെ ഒരു കൂട്ടം തേനീച്ച കർഷകരാണ് തേനീച്ചയെക്കുറിച്ചുള്ള അറിവുകൾ ജനങ്ങൾക്ക് പകർന്നു നൽകാനും അവയെ വളർത്താനുള്ള താൽപ്പര്യം ജനിപ്പിക്കാനുമായി തേനീച്ച അവബോധ ദിനം എന്ന പേരിൽ 2009 ഓഗസ്റ്റ് 22-ന് തുടക്കമിട്ടത്. പിന്നീടിത് ആഗോളതലത്തിലുള്ള ദിനാചരണമായി മാറുകയും പേര് ലോക തേനീച്ച ദിനം എന്നാക്കുകയും ചെയ്തു. 2010 മുതലാണ് ഓഗസ്റ്റിലെ 3-ാം ശനിയാഴ്ച തേനീച്ച ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. തേനീച്ചയുടെ രോമാവൃതമായ ശരീരത്തിൽ തല, ഉരസ്, ഉദരം എന്നിങ്ങനെ 3 ഭാഗങ്ങൾ കാണും. തലയിൽ പൂന്തേനും മറ്റും വലിച്ചു കുടിക്കാനുള്ള അവയവവും 1 ജോഡി സംയുക്ത നേത്രങ്ങളും 3 ലഘുനേത്രങ്ങളും 2 സ്പർശിനികളും ഉണ്ടാകും. ഉരസും ഉദരവും അനേകം ഖണ്ഡങ്ങളാൽ നിർമ്മിതമാണ്. ഉരസിൽ 3-ഉം ഉദരത്തിൽ 6-ഉം ഖണ്ഡങ്ങളുണ്ടാകും. ഉരസിൽ 2 ജോഡി ചിറകുകളും ഖണ്ഡങ്ങളാൽ നിർമ്മിതമായ 3 ജോഡി കാലുകളും കാണും. മുന്നിലെ ചിറകുകൾ പിൻജോഡിയേക്കാൾ വലുതാണ്. പറക്കുന്നത് മുൻ ചിറകുകൾ ഉപയോഗിച്ചാണ്. ചൂടുകാലത്ത് കൂടിനകം വീശി തണുപ്പിക്കാനും തേനിലെ ജലാംശം വീശിക്കളയാനുമാണ് പിൻചിറകുകൾ ഉപയോഗിക്കാറുള്ളത്. പൂമ്പൊടി വഹിച്ചു കൊണ്ടുവരുന്നത് താരതമ്യേന നീളം കൂടുതലുള്ള പിൻകാലുകളിലാണ്. ഉദരഭാഗത്ത് ദഹന വ്യവസ്ഥയും പ്രത്യുൽപാദനാവയവങ്ങളും സ്ഥിതി ചെയ്യുന്നു. പൂന്തേനും പൂമ്പൊടിയും തേടി തേനീച്ചകൾ പകൽ വളരെ ദൂരം സഞ്ചരിക്കും. പൊതുവെ ജീവഭയമുണ്ടായാൽ മാത്രമേ ഇത് കുത്താറുള്ളൂ. ശരീരത്തിന് പിന്നിലെ കൊമ്പ് പോലുള്ള ഒരവയവം കൊണ്ടാണ് കുത്തുന്നത്. കുത്തുമ്പോൾ മാംസത്തിൽ ആഴ്ന്നിറങ്ങുന്ന ഈ അവയവം പിൻവലിക്കാൻ ഇവയ്ക്കാവില്ല. പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അവയവത്തോടൊപ്പം ഉദരത്തിൻ്റെയും ദഹനവ്യൂഹത്തിൻ്റെയും ഭാഗങ്ങൾക്ക് ക്ഷതമേൽക്കുകയും അവയവം കടിയേറ്റയാളുടെ ദേഹത്ത് തറഞ്ഞിരിക്കുകയും ചെയ്യും. അങ്ങനെ കുത്തുന്ന തേനീച്ചകൾ ചത്തുപോകും. വേലക്കാരി ഈച്ചകളാണ് സാധാരണ കുത്താറുള്ളത്. കുത്തേറ്റ ഭാഗത്ത് അസഹ്യമായ തരിപ്പും വേദനയും ഉണ്ടാകും. ക്രമേണ ഈ ഭാഗം തിണർത്ത് പൊങ്ങുകയും ചെയ്യും. ധാരാളം ധാതുക്കളും നിരോക്സികാരികളും അണുനാശകങ്ങളും ലഘു പഞ്ചസാരകളും അടങ്ങിയ രുചികരമായ തേൻ തരുന്നു എന്നതാണ് തേനീച്ചകളുടെ പ്രാധാന്യം. എളുപ്പത്തിൽ ദഹിക്കുന്നതിനാൽ എല്ലാ പ്രായക്കാർക്കും യോജിച്ച ആഹാരമാണ് തേൻ. ചുമ, വയറിളക്കം, വിളർച്ച എന്നിവയ്ക്ക് ഇത് ഔഷധമാണ്. മുറിവുകൾ ഉണങ്ങാനും പൊണ്ണത്തടി കുറയ്ക്കാനും തടി കൂട്ടാനും തേൻ സഹായകമാണ്. പൂമ്പൊടി ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് നിക്ഷേപിച്ച് സസ്യങ്ങളിൽ പരാഗണത്തിനും ഇവ കാരണമാകുന്നു. തേനുള്ള പൂക്കൾ കണ്ടെത്തിയാൽ തേനീച്ചകൾ പ്രത്യേക ആകൃതിയിൽ വായുവിൽ പറന്ന് സുഹൃത്തുക്കളെ വിവരമറിയിക്കും. ആശയവിനിമയം നടത്താനുള്ള ഈ നൃത്തഭാഷയാണ് വാഗിൾ ഡാൻസ്. പറക്കലിൻ്റെ വേഗതയും ആകൃതിയുമാണ് പൂക്കളുടെ സ്ഥാനവും അകലവും സൂചിപ്പിക്കുന്നത്. ഒരു തേനീച്ചക്കൂട്ടിൽ റാണി, വേലക്കാർ, മടിയന്മാർ എന്നിങ്ങനെ 3 തരം തേനീച്ചകൾ കാണും. ഇവയിൽ മടിയന്മാർ ആണീച്ചകളും മറ്റുള്ളവ പെണ്ണീച്ചകളുമാണ്. ഇവ തമ്മിൽ വലുപ്പത്തിലും ശരീരഘടനയിലും ജീവിതധർമ്മങ്ങളിലും വ്യത്യാസമുണ്ടാകും. ഏറ്റവും അധികമുള്ളത് വേലക്കാരാണ്. ഇവയുടെ എണ്ണം കൂടിൻ്റെ വലുപ്പമനുസരിച്ച് 30,000 മുതൽ 1,00,000-ലധികം വരെയാകാം. പ്രത്യുൽപാദന ശേഷിയില്ലാത്ത ഇവയാണ് കൂട് നിർമ്മിക്കുകയും വൃത്തിയാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത്. പൂന്തേനും പൂമ്പൊടിയും ശേഖരിക്കുകയും നാം ഉപയോഗിക്കുന്ന തരത്തിലുള്ള തേൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതും ഇവർ തന്നെയാണ്. തേനീച്ചയെക്കുറിച്ചുള്ള രസകരമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യൂ. താങ്ക്